ഒരു പരിധിവരെ ആശങ്ക ഒഴിഞ്ഞു, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു സന്ദർഭം ഒഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഈ അബുദാബിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് ഒരു സ്ഫോടനം അല്ലെങ്കിൽ ഒരു ശബ്ദം കേട്ടു എന്നുള്ളതിന് യാതൊരു സ്ഥിരീകരണവുമില്ല. കാരണം ഇന്നലെ രാത്രി ഏതാണ്ട് 1 മണി കഴിഞ്ഞതിന് ശേഷം UAE-യിൽ എവിടെയും ഈ ഡ്രോണുകളോ മിസൈലുകളോ പോകുന്നതിന്റെ ശബ്ദം കേട്ടിട്ട് പോലുമില്ല. അല്ലെങ്കിൽ ആ തരത്തിൽ ഏതെങ്കിലും നിലയ്ക്കൊരു ആക്രമണം ഉണ്ടായതായി ഒരു ഏജൻസികളും ഇതുവരെയും സ്ഥിരീകരിച്ചു പറയുന്നുമില്ല. മറിച്ച് ചില വിവരങ്ങൾ എക്സിലും മറ്റുമൊക്കെ ആയിട്ട് പലരും അറിയിക്കുന്ന ചില വിവരങ്ങൾ, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തു പോകുന്ന വിവരങ്ങൾ, അത് അല്പസമയത്തിന് ശേഷം അവർ തന്നെ ഡിലീറ്റ് ചെയ്തു പോകുന്ന ചില വിവരങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത്. പക്ഷേ കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള ആശങ്ക അത് പങ്കുവച്ചത് വളരെ ശരിയാണ്. കാരണം രാവിലെ മുതൽ തന്നെ കുവൈറ്റിൽ ഇത്തരത്തിൽ സൈറൺ മുഴങ്ങുന്നുണ്ട്. ഈ പറയപ്പെട്ട പ്രദേശങ്ങളിലൊക്കെയും, പ്രത്യേകിച്ച് ഈ മഹ്ബൂലയിൽ ഇന്ന് രാവിലെയും ആക്രമണം ഉണ്ടായതായി ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമുണ്ട്. പുലർച്ചെ 3 മണി മുതൽ അവിടെ സൈറൺ മുഴങ്ങുന്നുണ്ട്. പലപ്പോഴായി സൈറൺ കേൾക്കുന്നു, വലിയ ശബ്ദത്തിൽ ഒരു സ്ഫോടന ശബ്ദം പോലെ കേൾക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ആളപായങ്ങളോ നഷ്ടങ്ങളോ ഒന്നുമില്ല. ഇതിന് പിന്നാലെ കുവൈറ്റ് ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ അത് കൃത്യമായി ഡിഫ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, നിരായുധീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം കുവൈറ്റ് തന്നെ അറിയിക്കുകയാണ്. ജനവാസ മേഖലകളിലേക്ക് ആക്രമണം നടന്നു എന്നുള്ള വിവരങ്ങൾ തെറ്റാണ് എന്നുകൂടി കുവൈറ്റ് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ജനവാസ മേഖലയിലേക്ക് ആക്രമണം നടന്നില്ല എന്നാണ് ഔദ്യോഗികമായി കുവൈറ്റ് പറയുന്നത്. ഒപ്പം തന്നെ ബഹ്റൈനിലും ഇന്ന് രാവിലെയോടുകൂടി ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായി. അല്ലെങ്കിൽ ഈ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് അത് പ്രതിരോധിക്കുമ്പോൾ ഇത്തരത്തിൽ സ്ഫോടന ശബ്ദങ്ങളൊക്കെയും ഉണ്ടാവുകയും അത് ആളുകൾക്ക് വലിയ തോതിൽ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്തു. പൊതുവിൽ ഈ ഗൾഫ് രാജ്യങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ UAE ഏതാണ്ട് ഇന്നലെ രാത്രി മുതൽ, അത് ഇന്നലെ വൈകിട്ട് മുതൽ എന്ന് തന്നെ പറയണം. കാരണം ഈ പല അപകടങ്ങളുടെയും വിവരങ്ങൾ വൈകി പുറത്തു വരുമ്പോൾ അത് അപ്പോഴുണ്ടായ അപകടമാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ആ നിലയ്ക്കാണ് പലതും പിന്നീട് നടന്ന അപകടമായി വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇന്നലെ രാത്രി UAE-യിൽ ഇത്തരത്തിൽ അലേർട്ട് മെസ്സേജുകൾ വന്നിരുന്നു. പക്ഷെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ആ അലേർട്ട് മെസ്സേജുകൾ അസാധുവായി കാണിച്ചുകൊണ്ട് അടുത്ത അലേർട്ട് വരികയും ചെയ്തിരുന്നു. അപ്പോൾ UAE-യിൽ ഏതാണ്ട് ഇന്നലെ വൈകിട്ട് മുതൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. രാത്രി സ്വാഭാവികമായിട്ടും ചില ഡ്രോൺ പോകുന്ന ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എവിടെയെങ്കിലും പതിച്ചതായോ അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്തിട്ട് അതിന്റെ അവശിഷ്ടങ്ങൾ എവിടെയെങ്കിലും പതിച്ച ഒരു അപകടം ഉണ്ടായതായി യാതൊരു റിപ്പോർട്ടുമില്ല.